നമസ്കാരം. വിക്ടേഴ്സിൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹിയർ ഇസ് ദ മീഡിയ എന്ന മാധ്യമ വിദ്യാഭ്യാസ പരിപാടിയിലേക്ക് സ്വാഗതം. മഹാത്മാഗാന്ധി ആര് എന്ന് ചോദിച്ചാൽ ഏതൊരു ഇന്ത്യക്കാരനും ഉടൻ ഉത്തരം തരും നമ്മുടെ രാഷ്ട്രപിതാവെന്ന്. അതേപോലെ തന്നെ ജവഹർലാൽ നെഹ്റു ആര് എന്ന് ചോദിച്ചാൽ ഉടനടി ഉത്തരം വരും നമ്മുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രിയെന്ന്. എന്നാൽ ഇവരൊക്കെ മികച്ച പത്രപ്രവർത്തകരും കൂടിയായിരുന്നു എന്ന് എത്ര പേർക്കറിയാം? അതെ, ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് മൺമറഞ്ഞു പോയ മഹാത്മാക്കളുടെ ചില പത്രപ്രവർത്തന ദൗത്യങ്ങളെക്കുറിച്ചാണ്. ഇതിലൂടെ 1947 വരെയുള്ള ഇന്ത്യൻ പത്രപ്രവർത്തന ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു അറിവ് പ്രേക്ഷകർക്ക് ലഭിക്കും. ഇന്നത്തെ നമ്മുടെ ചർച്ചയിൽ അതിഥിയായി എത്തിയിട്ടുള്ളത് ശ്രീ എം വി തോമസ് സാറാണ്. സാറ് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ മുൻ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്നു. ഭാരതീയ പത്രചരിത്രം, ഫണ്ടമെൻ്റൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം, മാധ്യമങ്ങളും മലയാള സാഹിത്യവും എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രശസ്ത കൃതികളാണ്. സാറിനെ നമുക്ക് പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. നമസ്കാരം. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് മൺമറഞ്ഞു പോയ മഹാത്മാക്കളുടെ ചില പത്രപ്രവർത്തന കർമ്മങ്ങളെക്കുറിച്ചാണ്. അതിലൂടെ 1947 വരെയുള്ള ഇന്ത്യൻ പത്രപ്രവർത്തനത്തെക്കുറിച്ചുള്ള ഒരു അറിവും നമുക്ക് പ്രേക്ഷകർക്ക് കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമായിട്ട് ചോദിക്കുകയാണ്, നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ വെർണാക്കുലർ പ്രസ് ആക്ടിനെ കുറിച്ചൊന്ന് സംസാരിച്ചിരുന്നു. ഭാഷാപത്രങ്ങളുടെ വാ മൂടിക്കെട്ടാൻ തുടങ്ങിയ ഒരു നിയമമാണ്. ഈ നിയമത്തിനെ ശക്തമായി പ്രതിരോധിച്ച വ്യക്തിയാണ് ഹരിശ്ചന്ദ്ര മുഖർജി. ഹരിശ്ചന്ദ്ര മുഖർജിയും അദ്ദേഹത്തിൻ്റെ പത്രമായ ഹിന്ദു പേട്രിയട്ടും. ഹരിശ്ചന്ദ്ര മുഖർജി എന്ന ആ പത്രപ്രവർത്തകനെ പ്രേക്ഷകർക്കൊന്ന് പരിചയപ്പെടുത്താമോ? ഹരീഷ് മുഖർജി നമ്മുടെ ആദ്യ സ്വാതന്ത്ര്യ സമരം എന്ന് പറയാവുന്ന 1857 ശിപായികളെന്നും അറിയപ്പെടുന്ന ആ സമരകാലത്ത് ഉയർന്നു വന്ന ശ്രദ്ധേയനായി തീർന്ന ഒരു പത്രപ്രവർത്തകനാണ് അദ്ദേഹം. ബംഗാളിയായിരുന്നു. കൽക്കട്ടയിൽ ഹിന്ദു പേട്രിയറ്റ് എന്നുള്ളൊരു പത്രം നടത്തിയിരുന്നു. വാസ്തവത്തിൽ നമ്മുടെ പത്രങ്ങളിൽ ഒരു ദേശീയ ബോധം എന്ന് പറയുന്നത് ആദ്യമായിട്ട് ശ്രദ്ധേയമായ രീതിയിൽ കൊണ്ടുവന്ന ആളാണ് മുഖർജി. അത് ഈ ശിപായി ലഹളയെ അദ്ദേഹം അതിൻ്റെ ഡെവലപ്മെൻറ്റ്സൊക്കെ വളരെ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുകയും അപഗ്രഥിക്കുകയും സർക്കാരിൻ്റെ ആ ക്രൂര നടപടികളെ അതിനിശിതമായി വിമർശിക്കുകയൊക്കെ ചെയ്ത ഒരു ശ്രദ്ധേയനായൊരു ദേശീയവാദിയായിരുന്നു ഈ ഹരീഷ് മുഖർജി. ഈ ഹിന്ദു പേട്രിയറ്റ് എന്നൊരു പത്രം ബംഗാൾ റെക്കോർഡർ എന്നൊരു പത്രത്തെ പേര് മാറ്റിയാണല്ലോ ഹിന്ദു പേട്രിയറ്റ് ആവുന്നത്. ഈ ഹിന്ദു പേട്രിയറ്റ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ പത്രമെന്ന് പലരും പറയാറുണ്ടല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഞാനത് സൂചിപ്പിച്ചു കഴിഞ്ഞു. ദേശീയ ബോധം ഉണർത്തിവിട്ട ആദ്യത്തെ ഒരു പത്രമാണ്. അതുകൂടാതെ ഇന്ത്യൻ ജനതയുടെ ആ വികാരങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് പത്രപ്രവർത്തനം നടത്തുകയും അഭിപ്രായ രൂപവൽക്കരണത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുകയും ചെയ്ത ഒരു പത്രം എന്നുള്ള നിലയ്ക്കാണ് അത് ആദ്യത്തെ ദേശീയ പത്രം എന്ന് അറിയപ്പെടുന്നത്. 37-ാം വയസ്സിൽ അകാല മൃത്യു പ്രാപിച്ച വ്യക്തിയാണ് ഹരിശ്ചന്ദ്ര മുഖർജി. അദ്ദേഹം പത്രപ്രവർത്തനത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്കത് പറയാം. അദ്ദേഹത്തിന് ശേഷം ഹിന്ദു പേട്രിയറ്റ് പത്രാധിപത്യം വഹിച്ചത് പ്രസന്ന സിൻഹ, ക്രിസ്തോദാസ് പാൽ, ഈശ്വർചന്ദ്ര വിദ്യാസാഗർ എന്നീ വ്യക്തികളാണ്. ഈശ്വർചന്ദ്ര വിദ്യാസാഗർ അക്കാലത്ത് അറിയപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ പ്രവർത്തകനും സാമൂഹ്യ സാംസ്കാരിക നായകനും ഒക്കെയായിരുന്നു. ഈശ്വർചന്ദ്ര വിദ്യാസാഗറിൻ്റെ ചില പത്രപ്രവർത്തന ദൗത്യങ്ങളെക്കുറിച്ച് ഒന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്താമോ? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ബംഗാളി ഭാഷയുടെ നവോത്ഥാനത്തിൽ വളരെയധികം വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു മഹത് വ്യക്തിയാണ്. കൂടാതെ തന്നെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവും പുരോഗമനേച്ഛവും ഒക്കെ ആയിരുന്നു. ഇംഗ്ലീഷ് ഭാഷയിലും സംസ്കൃത ഭാഷയിലും അഗാധമായ പാണ്ഡിത്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം സ്വന്തമായിട്ട് തന്നെ ഒരു പത്രം നടത്തിയിരുന്നു, തത്വബോധിനി. അപ്പോൾ ഈ തത്വബോധിനി നടത്തിക്കൊണ്ടിരിക്കുന്നതിനൊപ്പം തന്നെയാണ് ഈ ഹിന്ദു പേട്രിയറ്റിൻ്റെ പ്രവർത്തനങ്ങളിലും അദ്ദേഹം സഹകരിച്ചുകൊണ്ടിരുന്നത്. രണ്ടുപേരും ഏതാണ്ട് സമാന മനസ്കരായ പത്രാധിപന്മാരായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഈ ഹിന്ദു പേട്രിയോട്ടിൻ്റെ ചുമതല കൂടി ഇദ്ദേഹം ഏറ്റെടുക്കാനിട വന്നത്. അപ്പോൾ ഒരേ സമയം 2 പത്രങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു രീതിയായിരുന്നു. ഈ പത്രങ്ങൾ നമ്മുടെ ഇവിടുത്തെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അവരുടെ മനസ്സിലാക്കുകയും അത് അവതരിപ്പിക്കാൻ പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ജനകീയ പത്രങ്ങളായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. നമുക്കിനിയും ദാദാഭായ് നവറോജിയിലേക്ക് വരാം. ദാദാഭായ് നവറോജിയാണ് ഇംഗ്ലീഷ് പാർലമെൻറ്റിൽ അംഗത്വം ലഭിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ. അദ്ദേഹവും മികച്ചൊരു പത്രപ്രവർത്തകനായിരുന്നല്ലോ. അദ്ദേഹത്തെ ഒന്ന് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താമോ? ദാദാഭായ് നവറോജി നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആദ്യകാലത്തെ ഏറ്റവും സമന്വിതനായൊരു നേതാവായിരുന്നു.
അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരിക്കുകയും അത് പിന്നീട് ഈ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അവിടുത്തെ മെമ്പറാവുകയൊക്കെ ചെയ്ത വളരെ ശ്രദ്ധേയനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. രസ്ത് ഗോഫ്തർ എന്ന് പറയുന്ന ഒരു ഗുജറാത്തി പത്രം ഖുർഷിദ് ജി കാമ നടത്തിയിരുന്ന ആ പത്രമാണ് അത് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ 1857 നടന്ന ഈ ആദ്യ സ്വാതന്ത്ര്യ സമരത്തിൽ ഈ സർക്കാരിൻ്റെ അതിക്രമങ്ങളെ അതിരൂക്ഷമായി വിമർശിക്കുകയും അതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ പത്രത്തിൽ പ്രസിദ്ധപ്പെടുത്തുകയും ഒക്കെ ചെയ്ത് ശ്രദ്ധേയനായി തീർന്ന ഒരു വ്യക്തിയായിരുന്നു. ഇതുകൂടാതെ വോയിസ് ഓഫ് ഇന്ത്യ എന്നുള്ള പേരിൽ ഒരു ഇംഗ്ലീഷ് മാസിക അദ്ദേഹം നടത്തിയിരുന്നു. പത്രപ്രവർത്തന രംഗത്ത് അദ്ദേഹം വളരെ ശ്രദ്ധേയനായ ഒരു വ്യക്തിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആയിരുന്നല്ലോ ആനി ബെസന്റ്. ആനി ബെസന്റ് ഇന്ത്യയിലേക്ക് വരുന്നതിന് മുൻപേ തന്നെ ബ്രിട്ടനിൽ അവർ മികച്ച ഒരു പത്രപ്രവർത്തക എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. ആനി ബെസന്റ് എന്ന പത്രപ്രവർത്തകയെ പ്രേക്ഷകർക്ക് ഒന്ന് പരിചയപ്പെടുത്താമോ? ആനി ബെസന്റ് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ നവജീവൻ പകർന്ന ഒരു ബ്രിട്ടീഷ് വനിതയാണ്. അവർ തിയോസോഫിക്കൽ സൊസൈറ്റി എന്നുള്ള ഒരു സംഘടന ഇവിടെ രൂപവൽക്കരിക്കുകയും ഒരു ആധ്യാത്മികമായ ചില പ്രവർത്തനങ്ങൾ കൂടി നടത്തുകയും ചെയ്തു. ഇംഗ്ലണ്ടിൽ ആയിരിക്കുമ്പോഴും അവർക്ക് സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെയും സാമൂഹ്യ പരിഷ്കരണത്തിൻ്റെയും ഭാഗമായിട്ട് ആണ് അവർ പത്രപ്രവർത്തനത്തിൽ നാഷണൽ റിഫോർമർ, അവർ കോർണർ എന്നൊക്കെ ചില പത്രമാസികകളാണ് അവിടെ നടത്തിയത്. അവർ കോർണർ എന്ന ആ ഒരു പ്രസിദ്ധീകരണം ബെർണാഡ് ഷായുടെ അദ്ദേഹത്തിൻ്റെ അതുമായിട്ട് ചേർന്ന് നടത്തിയിരുന്ന ഒരു പ്രസിദ്ധീകരണമാണ്. ഇന്ത്യയിലെത്തിയതിന് ശേഷം കോമൺ വീൽ എന്നുള്ളൊരു വാരിക നടത്തിയിരുന്നു. അപ്പോൾ വാസ്തവത്തിൽ ഈ ഗാന്ധിജിയുടെ ഒരു മുന്നോടി എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ച പത്രപ്രവർത്തനത്തിലും ഈ പൊതുപ്രവർത്തനത്തിലും എല്ലാം പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ആനി ബെസന്റ്. പക്ഷെ നിർഭാഗ്യവശാൽ ഗാന്ധിജിയുമായിട്ട് അഭിപ്രായ ഐക്യം ഇല്ലാതെ അവർ നമ്മുടെ ഈ പൊതുരംഗത്ത് പ്രാധാന്യം കുറഞ്ഞു പോവുകയാണ് ഉണ്ടായത്. ആനി ബെസന്റ് ഇന്ത്യയിൽ ഒരു ഇംഗ്ലീഷ് പത്രം കൂടെ നടത്തിയിരുന്നല്ലോ, അതേതായിരുന്നു? കോമൺവീൽ അല്ലാതെ ന്യൂ ഇന്ത്യ എന്നൊരു പത്രവും അവർ ഇന്ത്യയിൽ നടത്തിയിട്ടുണ്ട്. ആനി ബെസന്റിൽ നിന്ന് ബാലഗംഗാധർ തിലകിലേക്ക് വരാം. ഫ്രീഡം ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ ഷാൽ ഹാവ് ഇറ്റ്. സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, ഇത് ഞാൻ നേടിയെടുക്കുക തന്നെ ചെയ്യും എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച വ്യക്തിയാണ് ബാലഗംഗാധർ തിലക്. അദ്ദേഹവും മികച്ചൊരു പത്രപ്രവർത്തകനായിരുന്നല്ലോ. ബാലഗംഗാധർ തിലകൻ എന്ന പത്രപ്രവർത്തകരെ പ്രേക്ഷകർക്ക് സാറൊന്ന് പരിചയപ്പെടുത്തുക. ബാലഗംഗാധര തിലകൻ തീർച്ചയായിട്ടും ഗാന്ധിജിക്ക് മുമ്പുണ്ടായിരുന്ന സ്വാതന്ത്ര്യ സമര പ്രവർത്തകരിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ള വ്യക്തിയാണ്. ഗാന്ധിജിയെ പോലെ തന്നെ തിലകനും ഒരു പ്രഗത്ഭനായ പത്രപ്രവർത്തനം കൂടിയായിരുന്നു. അദ്ദേഹം ആധുനിക പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ട് പാശ്ചാത്യ വിദ്യാഭ്യാസം നമ്മൾ ഏറ്റെടുക്കണം എന്ന് ഇവിടെ പ്രചരിപ്പിക്കണം എന്നുള്ള ആശയക്കാരനായിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരു സ്കൂൾ തുടങ്ങി. ആ സ്കൂളിൻ്റെ 1ാം വാർഷികത്തിൽ ആണ് അദ്ദേഹം 2 ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ വാരികകളുമായിട്ട് രംഗപ്രവേശനം ചെയ്തത്. ഒന്ന് ഇംഗ്ലീഷിലും ഒന്ന് മറാഠി ഭാഷയിലുമായിരുന്നു. ഇംഗ്ലീഷിലുള്ളതിൻ്റെ പേര് മറാത്ത എന്നായിരുന്നു. മറാഠി ഭാഷയിലുള്ളത് കേസരി. വാസ്തവത്തിൽ ഇന്ത്യൻ പത്രപ്രവർത്തന ചരിത്രത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു പ്രസിദ്ധീകരണമാണ് ഈ കേസരി. വിശേഷിച്ചു ഒരു കാലത്ത് ഇന്ത്യയിൽ ഏറ്റവും അധികം സർക്കുലേഷൻ ഉണ്ടായിരുന്ന പത്രമെന്ന് കേസരി അറിയപ്പെട്ടിരുന്നല്ലോ. ഒരു വർഷം കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സർക്കുലേഷനുള്ള ഒരു പ്രസിദ്ധീകരണമായിട്ട് അത് മാറി. അതുപോലെ തന്നെ പത്രപ്രവർത്തനത്തിൻ്റെ പേരിൽ ഇത്രയധികം പീഡനം, ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന വേറെ ആരെങ്കിലും ഈ ഇന്ത്യയിലുണ്ടോ എന്ന് സംശയമാണ്. കാരണം 18 മാസക്കാലം ഇന്ത്യൻ ജയിലിൽ കിടന്നു. പിന്നീട് വേറൊരു കേസിലാവപ്പെട്ട് അദ്ദേഹത്തെ ബർമയിലേക്ക് നാടുകടത്തുകയും 6 വർഷത്തോളം അവിടെ തടവിൽ വിടുകയും ചെയ്തു. അത് കഴിഞ്ഞ് അദ്ദേഹം തിരിച്ച് ഇന്ത്യയിൽ എത്തിയപ്പോഴത്തേക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ നേതാവായിട്ട് ജനങ്ങൾ അദ്ദേഹത്തെ അംഗീകരിക്കുകയാണ് ചെയ്തത്. പക്ഷേ ആനി ബെസന്റ് കാര്യം പറഞ്ഞതുപോലെ ഗാന്ധിജിയുമായിട്ട് ഗാന്ധിജിയുടെ ഒരു തണുപ്പൻ നയമാണ് എന്നുള്ള ഒരു അഭിപ്രായക്കാരനായിരുന്നു ഈ ബാലഗംഗാധര. അതേസമയം ഒരല്പം തീവ്രവാദപരമായ ഒരു സമീപനമായിരുന്നു ഈ നമ്മുടെ തിലകനുണ്ടായിരുന്നത്. അത് കേസരിയുടെ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധങ്ങൾ അത് പ്രതിഫലിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം ബാലഗംഗാധർ തിലക് ബർമയിലെ ജയിലിൽ കിടന്നപ്പോഴാണല്ലോ അദ്ദേഹത്തിന് വളരെ പ്രസിദ്ധമായ ഗീതാ രഹസ്യം എന്ന് പറയുന്ന പുസ്തകം എഴുതിയത്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവായി അംഗീകരിക്കുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗോപാലകൃഷ്ണ ഗോഖലെ എന്ന പത്രപ്രവർത്തകനെ സാർ എങ്ങനെ നോക്കിക്കാണുന്നു?
ഗോപാലകൃഷ്ണ ഗോഖലെ എന്ന പത്രപ്രവർത്തകൻ എന്ന് നമ്മൾ പറയുമ്പോൾ അദ്ദേഹം മറ്റ് തിലകനെ പോലെയോ അല്ലെ മഹാത്മാഗാന്ധിയെ പോലെയൊക്കെ സജീവമായി പത്രപ്രവർത്തന രംഗത്തേക്ക് വന്നിരുന്ന ഒരാളല്ല. പത്രപ്രവർത്തനത്തിൻ്റെ പലതിൻ്റെയും പിന്നിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത് ശരിയാണ്. അതുകൂടാതെ പ്രധാനമായിട്ട് അദ്ദേഹം ചെയ്തത് പത്രസ്വാതന്ത്ര്യത്തിന് വേണ്ടി ശബ്ദമുയർത്തുക എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ബ്രിട്ടീഷ് ഗവൺമെൻറ് അടിക്കടി പല നിയമങ്ങൾ കൊണ്ടുവരികയും ഈ പത്രസ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുമ്പോൾ അതിനെതിരായിട്ട് അതിരൂക്ഷമായ വിമർശനങ്ങൾ അഴിച്ചുവിടുകയും അതിനെ എതിർക്കുകയും ചെയ്ത ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ പത്രപ്രവർത്തന രംഗത്തുള്ള അദ്ദേഹത്തിൻ്റെ സംഭാവന. പിന്നെ അവിടെ സുധാരക് എന്ന് പറഞ്ഞിട്ടൊരു പത്രം ഉണ്ടായിരുന്നു. ഒരു ഇംഗ്ലീഷ് മറാഠി പ്രസിദ്ധീകരണമായിരുന്നു. അതിൽ ആ മറാഠി വിഭാഗത്തിൻ്റെ ഒരു മേൽനോട്ടം അദ്ദേഹം വഹിച്ചിരുന്നു എന്നുള്ളതാണ്. സജീവമായൊരു പത്രപ്രവർത്തനം അദ്ദേഹത്തിന് എടുത്തു പറയാൻ വേണ്ടിയില്ല. പക്ഷേ പത്രസ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏറ്റവും അധികം ശബ്ദമുയർത്തിയ ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തെ കാണുന്നത്. ഇന്ന് ഏതൊരു തമിഴിൻ്റെയും നാവിൽ തത്തിക്കളിക്കുന്ന കവിതകളാണ് സുബ്രഹ്മണ്യ ഭാരതിയുടേത്. സുബ്രഹ്മണ്യ ഭാരതിയും മികച്ച ഒരു പത്രപ്രവർത്തകനായിരുന്നു. സുബ്രഹ്മണ്യ ഭാരതി ഒന്ന് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താമോ? സുബ്രഹ്മണ്യ ഭാരതി നേരത്തെ പറഞ്ഞതുപോലെ തമിഴരുടെ ഏറ്റവും വളരെ അംഗീകരിക്കപ്പെട്ട ഒരു കവിയാണ്. ഭാരതത്തിൽ ആകമാനം അറിയപ്പെടുന്ന ഒരു കവിയുമാണ്. അപ്പോൾ അദ്ദേഹം ഒരു തമിഴ് പത്രം സ്വദേശമിത്രൻ എന്ന് പറഞ്ഞിട്ട് ആ കാലത്ത് തമിഴിലെ ഒരു പ്രധാനപ്പെട്ട പത്രത്തിലാണ് അദ്ദേഹത്തിൻ്റെ പത്രപ്രവർത്തനം ആരംഭിച്ചത്. സ്വദേശമിത്രൻ തമിഴിലെ ആദ്യത്തെ ദിനപത്രമല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു തമിഴ് പത്രം ആരംഭിച്ചപ്പോൾ അതിൻ്റെ പത്രാധിപരായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു. 1908 അതായത് അദ്ദേഹം ഈ ഇന്ത്യ പത്രത്തിൻ്റെ പത്രാധിപരെ ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ പേരിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിട്ട് കേസ് വിടുന്നു. ഈ സമയത്ത് അദ്ദേഹം അവിടെ നിന്ന് പോണ്ടിച്ചേരി, ഫ്രഞ്ച് അധീനതയിലുള്ള പോണ്ടിച്ചേരിയിലേക്ക് രക്ഷപ്പെടുകയും ഈ ഇന്ത്യ എന്ന് പറയുന്ന പത്രം അവിടെ നിന്ന് പ്രകാശനം ചെയ്യുകയും ചെയ്തു. പക്ഷെ കുറേ നാൾ അങ്ങനെ കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് തിരിച്ച് ഈ മെയിൻ സ്ട്രീം രാഷ്ട്രീയത്തിൽ വരണം, പോണ്ടിച്ചേരി പോയി അങ്ങനെ ഒളിച്ച് താമസിക്കുന്നതിന് താല്പര്യമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം മദ്രാസിയിൽ തിരിച്ചെത്തി. പക്ഷേ അപ്പോഴും തന്നെ ഗവൺമെൻറ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. ജയിലിൽ നിന്ന് 3 വർഷത്തിന് ശേഷം പുറത്തു വന്ന് താമസിയാതെ അദ്ദേഹം ചരമോടെയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ 39ാമത്തെ വയസ്സിൽ മരിച്ചുപോയ ഒരു വലിയ സ്വാതന്ത്ര്യ സമര സേനാനിയും കവിയും പത്രാധിപരുമായിരുന്നു ഭാരതി. ഇന്ന് വരെ കേരളം ഇന്ത്യക്ക് സംഭാവന ചെയ്തിട്ടുള്ള ഏറ്റവും മികച്ച പത്രപ്രവർത്തകരിൽ ഒരാളാണ് സർദാർ കെ.എം. പണിക്കർ. അദ്ദേഹത്തെ പലരും പത്രപ്രവർത്തകൻ എന്ന നിലയിൽ അറിയില്ല. സർദാർ കെ.എം. പണിക്കരുടെ ചില പത്രപ്രവർത്തന ദൗത്യങ്ങളെ പ്രേക്ഷകർക്ക് സാർ പരിചയപ്പെടുത്തും. സർദാർ കെ.എം. പണിക്കരെ മലയാളികൾ വേണ്ടത്ര മനസ്സിലാകാത്ത ഒരു വലിയ മഹാനാണ് അദ്ദേഹം. ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ നിന്ന് ഫസ്റ്റ് റാങ്ക് ഡിസ്റ്റിങ്ഷനും വാങ്ങി MA ബിരുദം നേടി ഇന്ത്യയിൽ തിരിച്ചെത്തി. അദ്ദേഹം നേരെ പോയത് ഗാന്ധിജിയുടെ അടുത്തേക്കാണ്. ഗാന്ധിജി ഈ കെ.എം. പണിക്കർ ഉപദേശിച്ചു കൊടുത്ത മാർഗം പത്രങ്ങളിൽ ഒരു ചുമതല വഹിക്കുക എന്നുള്ളത്. ഓരോ കാലത്ത് അദ്ദേഹത്തിന് കെ.എം. പണിക്കർക്ക് ഓരോരോ ചുമതലകൾ ഗാന്ധിജി ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് പത്രപ്രവർത്തനത്തിലൊരു പരിശീലനം നേടുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം മദ്രാസിയിൽ പോയി. ഇവിടെ ടി പ്രകാശം എന്ന് പറയുന്ന വലിയ ദേശീയ സ്വാതന്ത്ര്യ സമര നേതാവ് ആയിട്ടുള്ള ആന്ധ്ര സ്വദേശിയായിട്ടുള്ള അദ്ദേഹം സ്വരാജ്യ എന്നൊരു പത്രം നടത്തുന്നുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പത്രപ്രവർത്തനത്തിൽ ആവശ്യമായ പരിശീലനം നേടി. അതിനുശേഷം ഹിന്ദുസ്ഥാൻ ടൈംസ് ഡൽഹിയിൽ നിന്ന് ആദ്യമായൊരു ഇംഗ്ലീഷ് ദിനപത്രം പ്രസിദ്ധീകരിച്ചപ്പോൾ അതിൻ്റെ പത്രാധിപരായിട്ട് വളരെ യുവാവായ കെ.എം. പണിക്കറിൻ്റെ ചുമതലയേൽക്കുകയാണ് ചെയ്തത്. പക്ഷേ ഏറെക്കാലം അദ്ദേഹത്തിന് അവിടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്ന് വെച്ചാൽ ഗാന്ധിജി അപ്പോഴേക്കും അദ്ദേഹത്തിന് മറ്റൊരു ദൗത്യം ഏൽപ്പിച്ചു കൊടുത്തു. ഈ നാട്ടുരാജാക്കന്മാരെ സംഘടിപ്പിച്ച് അവരെ ദേശീയബോധമുള്ളവരാക്കി മാറ്റുക എന്നുള്ള ഒരു രീതിയിൽ ഒരു ചുമതല ഏൽപ്പിച്ച് ആ കാര്യത്തിലേക്ക് ഗാന്ധിജി സർദാർ പണിക്കർ പിന്നീട് തിരികെയാണ് ചെയ്തത്. ഒരു വലിയ പത്രപ്രവർത്തകൻ ആയിട്ട് ഒരു അംഗീകാരം നേടിയെങ്കിലും ദീർഘകാലം ആ മേഖലയിൽ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. നമുക്കിനി ഗാന്ധിജിയിലേക്ക് വരാം. ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയുടെ അഡ്വക്കേറ്റ് ആയിരുന്നു. ഗാന്ധിജി പത്രപ്രവർത്തന രംഗത്തേക്ക് വരുന്നത് എങ്ങനെയാണ്? ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ചെന്നു. വക്കീലെന്നുള്ള നിലയിൽ അദ്ദേഹം അവിടെ വലിയ പേരും പെരുമയൊന്നും നേടിയില്ല. പക്ഷേ
ഇന്ത്യക്കാരെ സംഘടിപ്പിക്കുക, ബ്രിട്ടീഷ് ഏകാധിപത്യ ഭരണത്തിനെതിരായിട്ട് അവരുടെ പ്രതിഷേധം അറിയിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ചെയ്യുന്നതിന് അവിടെ ഗാന്ധിജിക്ക് സാധിച്ചു. അപ്പോൾ ഈ ഗാന്ധിജിയുടെ നേതൃത്വം അംഗീകരിച്ച് അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഇന്ത്യക്കാരുമായിട്ട് ആശയവിനിമയം നടത്താനും ആ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാനും ഒക്കെ ഉള്ള ഒരു രീതിയിൽ ഇന്ത്യൻ ഒപ്പീനിയൻ എന്നൊരു പത്രം അവിടെ ആരംഭിച്ചു. ആ പത്രം തുടങ്ങുന്നത് തന്നെ ഇംഗ്ലീഷ്, ഹിന്ദി, ഗുജറാത്തി, തമിഴ് 4 ഭാഷയിലാണ് തുടങ്ങുന്നത്. കാരണം അവിടെയുള്ള ഇന്ത്യക്കാർക്ക് ഏതെങ്കിലും ഒരു ഭാഷ മാത്രം വെച്ചാൽ നടക്കില്ല. അതുകൊണ്ട് ദക്ഷിണേന്ത്യക്കാരെ ഉദ്ദേശിച്ച് ഉള്ള പൊതുവായിട്ട് തമിഴ്, ഗാന്ധിജിയുടെ മാതൃഭാഷ ഗുജറാത്തി, പിന്നെ ഇംഗ്ലീഷ്, ഉത്തരേന്ത്യൻ പൊതുഭാഷ എന്നുള്ള രീതിയിൽ ഹിന്ദി, ഇങ്ങനെ 4 ഭാഷകളിലായിട്ടാണ് അത് പ്രസിദ്ധീകരിച്ചത്. വാസ്തവത്തിൽ ഒരു ലക്ഷ്യബോധത്തോടു കൂടി ഒരു പ്രസിദ്ധീകരണം തുടങ്ങുക, അത് ഫലം കാണുക, അതിൻ്റെ ആ ഒരു ആവേശത്തിലാണ് ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഉടൻ തന്നെ ഗാന്ധിജി പത്രപ്രവർത്തനം രംഗത്തേക്ക് കടക്കുകയും മരണപര്യന്തം അദ്ദേഹം പത്രം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. ഗാന്ധിജിക്ക് പത്രപ്രവർത്തനത്തെക്കുറിച്ച് ഒട്ടേറെ സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. എന്തൊക്കെയാണ് ഈ സങ്കല്പങ്ങൾ? പത്രപ്രവർത്തനത്തെക്കുറിച്ച് അദ്ദേഹത്തിനുണ്ടായിരുന്ന സങ്കല്പങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പത്രപ്രവർത്തനം എന്ന് പറയുന്നത് ആദായം ഉണ്ടാക്കാനുള്ളൊരു ബിസിനസ്സായിട്ട് എടുക്കരുത്. അദ്ദേഹത്തിൻ്റെ ഒരു പത്രത്തിലും പരസ്യങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നില്ല. അതുപോലെ തന്നെ ജനങ്ങളുടെ വികാരം ഉൾക്കൊള്ളുകയും അത് ധൈര്യപൂർവ്വം അവതരിപ്പിക്കുകയും ചെയ്യുക. ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. വേറെ കാര്യമുള്ളത്, ജനങ്ങളിൽ നല്ല ഗുണങ്ങൾ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുക. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ജനങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ചയുണ്ടായാൽ അത് തിരുത്തുന്നതിനൊരു പ്രേരക ശക്തിയായിട്ട് പത്രപ്രവർത്തനം നടത്തുക. വാസ്തവത്തിൽ ഈ ആദർശങ്ങളെല്ലാം ഇപ്പം നമുക്ക് കൈമാറ്റം വന്നിരിക്കുന്നതായിട്ട് കാണാൻ കഴിയുക. ഇന്ത്യയിൽ വന്ന ഗാന്ധിജി പിന്നെയും പത്രം ആരംഭിച്ചല്ലോ. ഏതൊക്കെയായിരുന്നു ആ പത്രങ്ങൾ? അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്ന് കഴിഞ്ഞ ഉടനെ തന്നെ ഈ സബർമതി ആശ്രമത്തിൽ അദ്ദേഹം അവിടെ താമസമാക്കിയ ആ കാലത്ത് അദ്ദേഹം നവജീവൻ എന്നുള്ള പത്രം കൂടാതെ യങ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു ഇംഗ്ലീഷ് പത്രം, നവജീവൻ ഗുജറാത്തിലായിരുന്നു, യങ് ഇന്ത്യ ഇംഗ്ലീഷിലായിരുന്നു. ഈ തിലകൻ്റെ അക്കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഗാന്ധിജിയുടെ പത്രങ്ങളും അന്ന് ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഏറ്റവും അധികം പ്രചാരമുള്ള പത്രങ്ങളായിട്ട്, അന്നത്തെ പ്രചാരം എന്നൊക്കെ പറയുമ്പോൾ 10,000 കോപ്പിയൊക്കെയാണ് അന്നത്തെ ഏറ്റവും കൂടിയ പ്രചാരമായിട്ടൊക്കെ ഉള്ളത്. 10,000 കോപ്പിയിലധികം ഒരു വർഷം കൊണ്ട് തന്നെ നേടിയെടുക്കാൻ ഗാന്ധിജിക്ക് കഴിഞ്ഞു. എൻ്റെ ഗാന്ധിജിയുടെ ഓട്ടോബയോഗ്രഫി, എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ നവജീവനിലല്ലേ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത്? ശരിക്കും പിന്നെ യങ് ഇന്ത്യയിൽ ഗാന്ധിജിയുടെ വീക്ഷണങ്ങളും അവയൊക്കെയായിരുന്നു പ്രത്യക്ഷപ്പെട്ടിരുന്നത്. ഇത് വായിക്കാൻ ബ്രിട്ടീഷുകാർക്ക് വരെ വലിയ താല്പര്യമായിരുന്നു അല്ലേ? ഗാന്ധിജിയുടെ പത്രപ്രവർത്തനം എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ ആദർശങ്ങളെ അനുകരിക്കാമെങ്കിലും ആ പത്രപ്രവർത്തന രീതി, അതിനകത്ത് തുടക്കം മുതൽ ഒടുക്കം വരെ ഗാന്ധിജിയാണ് എഴുതുന്നത്. ഗാന്ധിജിയുടെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ആ പത്രങ്ങൾ നടത്തിയിരുന്നത്. ഗാന്ധിജിയുടെ നവജീവൻ ഒരു പത്രപ്രവർത്തന രംഗത്തുണ്ടാക്കിയ ചലനങ്ങൾ പോലെ തന്നെ ഗുജറാത്തി ഭാഷയിലും ഒരു വലിയ നവോത്ഥാനത്തിന് വഴിതെളിച്ചു. വാസ്തവത്തിൽ ആ ഗദ്യഭാഷയുടെ ഗുജറാത്തിലെ വികസനത്തിൽ ഈ നവജീവൻ നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഈ നവജീവനും യങ് ഇന്ത്യയും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കണ്ണിലെ കരടായിരുന്നു. അവരും ഇത് ലക്കങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ പോലും ജനങ്ങളിൽ ചെലുത്തുന്ന സ്വാധീനം കണ്ടവർ വളരെയധികം അമ്പരക്കുകയും ഈ പത്രങ്ങൾ കണ്ടുകെട്ടുകയും അതിൻ്റെ പ്രസ് എല്ലാം നിരോധിക്കുകയും ഒക്കെ ചെയ്ത് പൂർണ്ണമായും അതിൻ്റെ പ്രവർത്തനം നിലച്ചുപോയി. അതിനുശേഷം ഗാന്ധിജി ഹരിജൻ എന്നൊരു പത്രം തുടങ്ങിയത്. അതന്നെ. അതിനുശേഷമാണ് ഗാന്ധിജി ഹരിജൻ എന്ന് പറഞ്ഞിറങ്ങി. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, ഒന്ന് അത് നിലച്ചാൽ അടുത്തത് ഇങ്ങനെ എക്കാലവും ഗാന്ധിജിയുടെ ആ പൊതുജീവിത കാലത്ത് മുഴുവനും അദ്ദേഹം ആ പത്രാധിപത്യം എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു കാര്യമായിട്ട് കൊണ്ട് നടക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഈ ഹരിജൻ എന്ന പത്രത്തിലൂടെ അദ്ദേഹം എന്തായിരുന്നു ശരിയായിട്ട് ഉദ്ദേശിച്ചിരുന്നത്? ശരിക്ക്
ഗാന്ധിജിയുടെ അവസാന കാലഘട്ടങ്ങളിൽ അദ്ദേഹം ഈ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഒരു സാമൂഹ്യ നവോത്ഥാനത്തിന് വലിയൊരു പ്രാധാന്യം കൊടുത്തിരുന്നു. സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് കുറച്ച് മാറി നിന്നിട്ട് തന്നെ അയിത്തോച്ചാടനം തുടങ്ങിയ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ഖാദി, ഇങ്ങനെയുള്ള ഹിന്ദി പ്രചാരം, ഇങ്ങനെയുള്ള പല പ്രവർത്തനങ്ങൾ വന്നിരുന്നു. അപ്പോൾ ആ അയിത്തോച്ചാടനത്തിനും ഹരിജനോദ്ധാരണത്തിനും അദ്ദേഹം കൊടുത്ത പ്രാധാന്യത്തിൻ്റെ ഒരു സൂചന എന്നുള്ള നിലയിലാണ് ഈ ഹരിജൻ എന്നുള്ള ഒരു പേര്. ഇംഗ്ലീഷിലായിരുന്നു പ്രസിദ്ധീകരിച്ചിരുന്നത്. ഈ ഹരിജൻ പ്രസിദ്ധീകരിക്കുമ്പോൾ വേറെ പ്രത്യേകത ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഹരിജനൊക്കെ വന്നപ്പോഴത്തേക്ക് ഗാന്ധിജി കുറേ കൂടെ ദേശീയ നേതൃത്വത്തിലൊരു വലിയ നേതാവായിട്ട് മാറി, ലോകം അംഗീകരിച്ച ആളായിട്ട് മാറിയപ്പോഴത്തേക്ക് ഈ ഹരിജൻ പത്രത്തിന് ഓരോ ഭാഷയിൽ പതിപ്പുകളുണ്ടായി. ഹരിജൻ്റെ ഒരു പതിപ്പിറങ്ങി കഴിഞ്ഞാൽ ഉടനെ അത് മലയാളത്തിൽ ഇറക്കുക, ഹിന്ദിയിൽ ഇറക്കുക, തമിഴിൽ ഇറക്കുക, ഇങ്ങനെ പറഞ്ഞിട്ട് ഇന്ത്യയിലെ വിവിധ ഭാഷകളിൽ അതിൻ്റെ വിവർത്തനങ്ങൾ ഗാന്ധിജി ഇറക്കമല്ല, അതാത് പ്രദേശങ്ങളിലെ സ്വാതന്ത്ര്യ സമര സേനാനികൾ മുൻകൈയെടുത്ത് പ്രസിദ്ധീകരിക്കുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. ഗാന്ധിജി മരിച്ചു കഴിഞ്ഞും കുറേ കാലം കൂടെ ഈ ഹരിജൻ്റെ പ്രവർത്തനം നടന്നു. പിന്നീട് അത് നിലച്ചു. ജവഹർലാൽ നെഹ്റു മികച്ചൊരു പത്രപ്രവർത്തകനായിരുന്നു എന്ന് വളരെ കുറച്ച് പേർക്കേ അറിയുള്ളൂ, അല്ലേ? ജവഹർലാൽ നെഹ്റു എന്ന പത്രപ്രവർത്തകനെ സാർ എങ്ങനെ നോക്കിക്കാണുന്നു? ജവഹർലാൽ നെഹ്റു എന്നുള്ള പത്രപ്രവർത്തകനെ നമ്മൾ ഗാന്ധിജിയുമായിട്ടും തിലകനുമായിട്ടും ഒക്കെ നമ്മൾ തട്ടിച്ചു നോക്കുമ്പോഴേ വാസ്തവത്തിൽ അത്ര സജീവമായിട്ട് പത്രപ്രവർത്തന രംഗത്ത് അദ്ദേഹം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ അദ്ദേഹം ഈ അലഹാബാദിൽ നിന്നുള്ള നാഷണൽ ഹെറാൾഡ് പത്രത്തിൻ്റെ, അത് നാഷണൽ ഹെറാൾഡ് ആരംഭിക്കുന്നത് കോൺഗ്രസ്, അലഹാബാദിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ നിർബന്ധപ്രകാരം അതിൻ്റെ ഒരു സമിതി ഉണ്ടാക്കി അതിൻ്റെ ചെയർമാൻ എന്നുള്ള നിലയ്ക്കാണ് ജവഹർലാൽ നെഹ്റു പ്രവർത്തിച്ചത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പത്ര ഉടമ എന്ന് പറയുന്ന ഒരു രീതിയിലുള്ള ഒരു പ്രവർത്തനമായിരുന്നു. ജവഹർലാൽ നെഹ്റു ഒരു വലിയ എഴുത്തുകാരനും ഗ്രന്ഥകാരനും ഒക്കെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിൻ്റെ പത്രം എന്നൊരു പേര് കിട്ടുക തന്നെ അന്നത്തെ കാലത്ത് ഒരു വലിയ കാര്യമായിരുന്നു. അതിൽ ഈ പത്രത്തിൽ അദ്ദേഹം ധാരാളമായിട്ട് എഴുതിയിരുന്നു, എഡിറ്റോറിയലുകളും എഴുതിയിട്ടുണ്ട്. പക്ഷേ ഒരു പൂർണ്ണസമയ സജീവ പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ജവഹർലാൽ നെഹ്റു അത്രയേറെ പ്രവർത്തിച്ചിട്ടില്ല. പക്ഷേ നമുക്ക് ജവഹർലാൽ നെഹ്റുവിൻ്റെ പത്രപ്രവർത്തന മേഖലയിലുള്ള സംഭാവനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അദ്ദേഹം സ്വതന്ത്ര ഇന്ത്യയിൽ പത്രപ്രവർത്തകർക്ക് നൽകിയ ഒരു സ്ഥാനവും പദവിയും അംഗീകാരവും അതാണ് നമുക്ക് ഏറ്റവും എടുത്ത് നോക്കാനുള്ളത്. നാഷണൽ ഹെറാൾഡിൻ്റെ പ്രസാധക സമിതി ചെയർമാൻ എന്നുള്ള ആ ഒരു രീതിയിലല്ല. അദ്ദേഹത്തിന് വളരെ വ്യക്തമായൊരു കാഴ്ചപ്പാട് പത്രപ്രവർത്തനത്തെക്കുറിച്ചുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പത്രപ്രവർത്തനത്തെ നിയന്ത്രിക്കേണ്ടത് നിയമം കൊണ്ടല്ല, പത്രപ്രവർത്തകർ സ്വയം നിയന്ത്രിക്കപ്പെടുകയാണ് ചെയ്യേണ്ടത്. സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു രീതിയിൽ. അപ്പോൾ ഇവിടെ ഒരുപാട് നിയമങ്ങൾ ഇന്നും പത്രത്തിനെ ബാധിക്കുന്ന നിയമങ്ങൾ കിടപ്പുണ്ട്. ബ്രിട്ടീഷുകാരുണ്ടാക്കിയ നിയമങ്ങൾ വരെ ഇപ്പോഴും നമ്മുടെ നിയമപുസ്തകത്തിൽ കിടപ്പുണ്ട്. പക്ഷേ പത്രങ്ങളുടെ മേൽ നിയമങ്ങൾ എടുത്ത് പ്രയോഗിക്കുന്ന ഒരു പതിവ് നമുക്ക് പൊതുവേ ഇല്ല. ജവഹർലാൽ നെഹ്റു ഉണ്ടാക്കിയ ഒരു കീഴ്വഴക്കവും പാരമ്പര്യവുമാണത്. എന്നാൽ ജവഹർലാൽ നെഹ്റു തന്നെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ഭേദഗതി കൊണ്ടുവന്നുകൊണ്ട് പത്രങ്ങളെ നിയന്ത്രിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളത് ഒരു വൈരുദ്ധ്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം എല്ലാ പത്രമുതലാളിമാർക്കും ജവഹർലാൽ നെഹ്റുവിൽ നിന്ന് ഒട്ടേറെ കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കീഴിൽ തുടങ്ങിയ പത്രമായിരുന്നു നാഷണൽ ഹെറാൾഡ്. സാറ് പറഞ്ഞു അതിന്റെ എഡിറ്റർ രാമറാവു ആയിരുന്നു. ശരിക്കും ഈ രാമറാവുവും അദ്ദേഹത്തിന്റെ നാഷണൽ ഹെറാൾഡും പലപ്പോഴും നെഹ്റു പ്രവർത്തിക്കുന്ന സംഘടനയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വളരെ നിശിതമായി തന്നെ വിമർശിച്ചു. പക്ഷേ അദ്ദേഹത്തിനെതിരെ ഒരിക്കലും ജവഹർലാൽ നെഹ്റു ആക്ഷൻ എടുത്തു.